ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് തുല്യപ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത്. മനോഹരമായ മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നവളായതിനാൽ മാളികപ്പുറത്തമ്മ എന്ന പേര് വന്നു എന്നാണ് വിശ്വാസം. സന്നിധാനത്ത് മുഖ്യക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ഏകദേശം 200 മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡ്യ പാരമ്പര്യമുള്ള പന്തള രാജാവിന്റെ കുലപരദേവതയായ മധുരമീനാക്ഷി ദേവിയാണ് മാളികപ്പുറത്തമ്മയെന്നാണ് ഐതിഹ്യം. ഈ പന്തളം കൊട്ടാരത്തിന്റെ ഒരു പരദേവതയാണ് മധുരമീനാക്ഷി. അവരെ മധുരയിൽ നിന്ന് വന്നു എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പം ആ മധുരമീനാക്ഷി ആ ഒരു ദുർഗാ ഭഗവതി ഒരു മാതൃസ്ഥാനത്തുള്ള ഒരു ദേവീ സങ്കല്പം ഇവരുടെ പരദേവതയായിട്ടുള്ള ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ കാമുകി, പിന്നെ ഒരു പ്രണയകഥകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ എപ്പോഴും അടുത്ത സമയത്ത് എപ്പോഴും ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പം ഇതാണ് ശരിക്കൊരു മാതൃഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. വിഗ്രഹ പ്രതിഷ്ഠ ഒരു ഇപ്പോഴത്തെ ഈ ശബരിമല അയ്യപ്പസ്വാമിയുടെ പുനഃപ്രതിഷ്ഠാ സമയത്താണ് അവിടെ ഒരു വിഗ്രഹ പ്രതിഷ്ഠ തന്നെ ഉണ്ടായത്. അപ്പം അത്ര കാലപ്പഴക്കേ ഉള്ളൂ അവിടെ വിഗ്രഹ പ്രതിഷ്ഠ തന്നെ വന്നിട്ട് ഒരു 65-67 വർഷമായിട്ടുള്ളൂ. അഗ്നിബാധയ്ക്ക് ശേഷം ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ബ്രഹ്മശ്രീ കണ്ഠരര് മഹേശ്വരര് തന്ത്രികളാണ് മാളികപ്പുറത്തമ്മയുടെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത്. പന്തളത്ത് രാജാവിൻ്റെ ഭരദേവതയായിട്ടുള്ള മധുരമീനാക്ഷി സങ്കല്പമാണ്. അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടന്ന അവസരത്തിൽ തന്നെ, അല്ലെങ്കിൽ അയ്യപ്പൻ യോഗസമാധിയായിട്ടുള്ള ആ മണിമണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ പന്തളത്ത് കൊട്ടാരത്തിൻ്റെ ഭരദേവതയായിട്ടുള്ള മധുരമീനാക്ഷി ദേവിയെയും പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ മാളികപ്പുറത്തമ്മയെ ദർശിക്കേണ്ടത്. ഭഗവതി സേവയാണ് മാളികപ്പുറത്തമ്മയ്ക്കുള്ള മുഖ്യ വഴിപാട്. ശബരിമലയിലെത്തിയാൽ അയ്യപ്പനൊപ്പം തന്നെ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത്. ഇവിടെയും തൊഴുതു മടങ്ങിയാൽ മാത്രമേ ദർശനം പൂർത്തിയാകൂ എന്നാണ് വിശ്വാസം. മാളികപ്പുറത്തു നിന്നും ക്യാമറമാൻ സജിത് നെടുമങ്ങാടിനൊപ്പം എം നിഖിൽകുമാർ, ജനം TV.com.